ബാക്ക് ടു ഗണിതം മധുരം ചാനൽ. കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് ടീച്ചർ എന്താ ആറിടാത്തത് 5 ഇടാത്തത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. ഏതായാലും ഇത് ഞാൻ ഇടുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചാലോ കേട്ടോ, മാർക്ക് മുഴുവൻ മേടിച്ചെടുത്തോളാം. ഓക്കെ, താമസിക്കണ്ടല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി പ്രവർത്തനം 1, കോണുകൾ കണ്ടെത്താം. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ ആംഗിൾസ്. ഇത് 21-22 ചോദ്യമാണ്. ഈ ചോദ്യ പേപ്പർ നമുക്ക് ആദ്യം വിശദീകരിച്ചതിന് ശേഷം അടുത്തത് ചെയ്യാം, അതാണ് നല്ലത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ഇവിടെയുണ്ട്. ഇതിൽ എ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രത്തിൽ കോൺ എ ബി ഡിയുടെ അളവ് എത്ര? അത് കുറച്ച് വലുതാക്കി ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ കോൺ എ ബി ഡിയുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് കോൺ എ ബി ഡി ഇൻ ഫിഗർ? അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഡി ബി സി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നോക്കി അറിയാം എ ബി സി എന്ന് പറയുന്നത് ഇത് മൊത്തമാണ് 125 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എ ബി ഡി വേണം. ആംഗിൾ എ ബി ഡി ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 125 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 45 ഡിഗ്രി അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്കറിയാം 0, 8, 4, 12, ശിഷ്ടം 1. അപ്പോൾ 80 ഡിഗ്രിയാണ് വരിക. ഇവിടെ നോക്കൂ, ഈ ആംഗിൾ 80 ഡിഗ്രി വരും. 80ഉം 45ഉം കൂടെ കൂട്ടുമ്പോൾ 125 ഡിഗ്രി വന്നു. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എയുടെ അളവ് നമ്മൾ കണ്ടെത്തി. അടുത്തത് ബി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ എ ബി ഡിയുടെ അളവ് എത്ര? അതായത് ഫൈൻഡ് ഔട്ട് ദ മെഷർ ഓഫ് കോൺ എ ബി ഡി ഇൻ ഫിഗർ 3. അപ്പോൾ ഇതാണ് ഫിഗർ 3 എന്ന് പറയുന്നത്. ഇതിൽ എ ബി ഡിയുടെ അളവ് കാണാൻ വേണ്ടി ബിയുടെ ആൻസർ ആണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇത് രണ്ടും കൂടെ ചേർന്നാൽ എത്രയാണ്? ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയിലെ കോണുകൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പം 180 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്യണം? 50 ഡിഗ്രി അങ്ങോട്ട് കുറയ്ക്കണം. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക? 130 ഡിഗ്രി. അപ്പം ആംഗിൾ എ ബി ഡി സമം 130 ഡിഗ്രി. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ, 180 ഡിഗ്രിയാണ്. ഇനി ഇതിൽ സി, ഡ്രോ ഫിഗർ 2 ബൈ യൂസിങ് ഓൺലി സെറ്റ് സ്ക്വയേഴ്സ്. അതായത് ചിത്രം 2 മട്ടം മാത്രം ഉപയോഗിച്ച് വരയ്ക്കുക. ഇതാണ് ചിത്രം 2. ഇതെങ്ങനെ വരയ്ക്കാവുള്ളൂ? മട്ടം മാത്രം ഉപയോഗിക്കുക, സെറ്റ് സ്ക്വയർ മാത്രം ഉപയോഗിക്കണം. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ചിത്രം 2 വരയ്ക്കാം. എ ബി സി നോക്കുമ്പോൾ 135 ഡിഗ്രിയാണ്. 135 ഡിഗ്രി കിട്ടണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരെണ്ണം 45 ഡിഗ്രി കോണാണ്. നമുക്കറിയാം ഈ മട്ടത്തിൽ ഇത് 45, ഇത് 45, ഇത് 90ആണ്. ഇനി ഇതിലോ ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. നമ്മൾ പഠിച്ച കാര്യം. അപ്പം നമുക്ക് 135 കിട്ടണമെങ്കിൽ ഒരെണ്ണം 45 ഇവിടെ വെക്കണം. പിന്നെ ഏത് വെക്കണം? 45, പിന്നെ 135ൽ നിന്ന് 45 കുറച്ചാൽ നമുക്കറിയാം 90ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 90ഉം 45ഉം കൂടെ ഇങ്ങനെ ചേർത്ത് വരയ്ക്കുക, ചേർത്ത് വെക്കുക. ഈ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക ചെയ്യുന്നത്. ഇതിന് കാരണമുണ്ട്. നമുക്കറിയാം ഈ സെറ്റ് സ്ക്വയറിൻ്റെ മൂല അത്ര കറക്റ്റ് അല്ല. അപ്പം അതുകൊണ്ട് ഇനിയുള്ളത് എന്ത് ചെയ്താൽ മതി? സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. അപ്പോൾ ഇനി ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടുക. അപ്പം അത് മുട്ടിക്കോളും. നോക്കൂ, അപ്പം നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? എ ബി സി കിട്ടി. എ ബി സി ഇത് 135 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി 30 ഡിഗ്രിയും കൂടെ വരയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇതാണ് ഏറ്റവും ചെറിയ മൂലം 30 ഡിഗ്രി. ആ 30 ഡിഗ്രി ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കുക. നോക്കൂ, ഇവിടെ ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക.
വരയ്ക്കുമ്പോൾ അറ്റം വരയ്ക്കണ്ട കേട്ടോ, നമുക്കൊരല്പം ഗ്യാപ്പ് ഇടാം, എന്നാലേ നമുക്കത് അറ്റം നമുക്ക് കോൺ വരച്ചാൽ ശരിയാവുള്ളൂ. ഇത് ഇത്ര സ്കെയിൽ കൊണ്ട് വരച്ചു. ഇനി എന്താ ചെയ്യുന്നത്, ഇതും കൊണ്ട് നീട്ടി യോജിപ്പിക്കുക. ഇപ്പം നോക്കൂ, ഇതെത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് മട്ടങ്ങളും ഇവിടെ ഡി എന്ന് പേര് കൊടുക്കുക. ഈ രണ്ട് മട്ടങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരച്ചത്, പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടില്ല. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി 15 ഡിഗ്രി കോണെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്താൽ മതി, 45 ഡിഗ്രി വെച്ചിട്ട് മൂല വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 30 ഡിഗ്രി അത് ഇതേ വരച്ച പോലെ നമ്മൾ വരയ്ക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗം 15 ഡിഗ്രി ആയിരിക്കും. ചിലപ്പോൾ ചോദ്യം അങ്ങനെ ചോദിക്കാവുന്നതാണ്. ഓക്കെ ആയല്ലോ. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും വരും കേട്ടോ, എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യ പേപ്പർ തന്നെ പൂർത്തിയാക്കാം എന്നാണ് വിചാരിച്ചത്. ഇവിടെ വയസ്സ് കണ്ടെത്താം എന്ന ഒരു പ്രവർത്തനമാണ്. നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. 6A ക്ലാസ്സിൽ ആകെ 24 കുട്ടികളുണ്ട്. ഇതിൽ 5 പേർ 11 വയസ്സുള്ളവരും 14 പേർ 12 വയസ്സുള്ളവരുമാണ്. ബാക്കിയുള്ളവർക്ക് 13 വയസ്സ് വീതമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം വയസ്സ് കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6A ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്. ഇതിൽ 5 പേർ 11 വയസ്സുള്ളവരും 14 പേർ 12 വയസ്സുള്ളവരുമാണ്. ബാക്കിയുള്ളവർക്ക് 13 വയസ്സ് വീതമാണുള്ളത്. There are 24 students in class 6A. Among them 5 children are 11 years old and 14 children are 12 years old. The remaining are 30 years old. അപ്പോൾ ഇവിടെ നോക്കുക, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 6A ക്ലാസ്സിൽ 13 വയസ്സുള്ള എത്ര പേരുണ്ടാവും? How many 13 years old children are there in 6A? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്താം. കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ പറയുന്നുണ്ട് 24 കുട്ടികളുണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് 24. അപ്പോൾ 24-ൽ നിന്ന് ഇനി ഇവിടെ ബാക്കി പറയുന്നത് 5 പേർ 11 വയസ്സുള്ളവരാണ്. 14 പേര് എന്താണ്, 12 വയസ്സുള്ളവരുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 24-ൽ നിന്ന് 5 കൂട്ടണം 14 കുറയ്ക്കുക. അപ്പോൾ നമുക്കറിയാം 24-ൽ നിന്ന് 14 5 19 കുറയ്ക്കുക. അപ്പോൾ ബാക്കി എത്രയാണ്? ഈ 5 കുട്ടികളാണ് എന്ത്, 13 വയസ്സുള്ളവർ. ഇനി അടുത്ത ചോദ്യം, 6A ക്ലാസ്സിലെ കുട്ടികളുടെ ആകെ വയസ്സ് എത്ര? ടോട്ടൽ ഏജ്. അപ്പോൾ അവിടെ നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ വഴി എഴുതേണ്ടത് 11, 5 പേരുടെ ആകെ വയസ്സ്, ടോട്ടൽ ഏജ് ഫോർ 5 സ്റ്റുഡൻസ്. അപ്പോൾ എന്ത് ചെയ്യാം? ഞാൻ അതിൻ്റെ വഴി എഴുതുന്നില്ല, നിങ്ങൾ വഴി എഴുതിയാൽ മതി. 5 × 11 = 55 വയസ്സ്. പിന്നെ നമുക്ക് അടുത്ത് എഴുതാം, എന്താണ്? ടോട്ടൽ ഏജ് ഓഫ് 14 സ്റ്റുഡൻസ്, 14 കുട്ടികളുടെ ആകെ വയസ്സ്. അപ്പം 14 കുട്ടികൾ എത്രയാണ്? 14 പേർ 12 വയസ്സുള്ളവരാണ്. 14ഉം 12ഉം കൂടെ ഗുണിക്കുക. നമുക്കറിയാം 14 ഗുണിക്കണം 12, 24 8, 1 2 2, 1 4 4, 2 4 6, 1 1 1. എത്രയാണ് കിട്ടുക? 168. ഇപ്പോൾ കുറച്ച് കൂട്ടുകാർ പറയുന്നുണ്ടാവും, ടീച്ചർ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. ഇതിങ്ങനെ ചെയ്ത് പഠിച്ചാൽ നല്ല എളുപ്പമാണ്, നിങ്ങൾ സാധാരണ പോലെ ചെയ്തോളൂ. ഇനി ബാക്കി 5 പേര് 13 വയസ്സുള്ളവരാണ്. അപ്പോൾ 5 ഗുണിക്കണം 13, 13 5 എത്രയാണ്? 65. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ഏജ്, ആകെ വയസ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 568 കൂട്ടണം 55 കൂട്ടണം 65. ഈ ക്രിയകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇനി നമുക്കത് താഴെ നിങ്ങളിവിടേക്ക് എഴുതിയിട്ട് കൂട്ടുക. 168 55 65. ഇനി ഇത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം 5 5 10 8 18 8, ശിഷ്ടം 1 6 7 5 12 6 18, 1 1 2. അപ്പോൾ ആകെ എത്ര വയസ്സാണ് കിട്ടിയത്? 288 വയസ്സാണ് കിട്ടിയത്.
അപ്പം ബി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അടുത്തത് പറയുന്നുണ്ട്, ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി വയസ്സ് കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഏജ് ഓഫ് എ സ്റ്റുഡൻറ് ഇൻ ദിസ് ക്ലാസ്. അപ്പം നിങ്ങൾ ആവറേജ് കാണണമെങ്കിൽ നമുക്ക് ടോട്ടൽ ഏജ് കിട്ടി. ഇനി നമുക്ക് ആകെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതും നമുക്കറിയാം. എത്രയാണ്? ഇവിടെ നമ്മൾ പറഞ്ഞു 24 ആകെയുള്ള കുട്ടികൾ. ഇനി ആവറേജ് ഏജ്, അതായത് ശരാശരി വയസ്സ് സമം 288 ഹരിക്കണം 24 സമം. നമുക്ക് നോക്കാം. 288നെ 24 കൊണ്ട് ഹരിക്കുക. 28 നമുക്കറിയാം 24 ഒരു പ്രാവശ്യം 28, 24 വന്നു. 4 4 8 48, 24 2 48. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 12 വയസ്സാണ്. കൂട്ടുകാരെ എഴുതി വെക്കുക. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അടുത്ത വല്ല USSനും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അപ്പം നിങ്ങൾ ശരിയായ രീതിയിൽ കണ്ടുപഠിക്കുക. ഓക്കെ, അടുത്തത് പ്രവർത്തനം. നമുക്ക് 4 ചെയ്യാം, 3 അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഘടകങ്ങൾ കണ്ടെത്താം. 12നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതിയത് നോക്കൂ. വി ക്യാൻ റൈറ്റ് 12 as product of prime numbers as 12 എന്താണ്? 2 × 2 × 3 ആണ്. ഇഫ് സോ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12. അതായത് 12ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? അപ്പം നമുക്ക് ഇവിടെ എഴുതാം. 12നെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 2 × 2 × 3 ആണ് എഴുതിയിരിക്കുന്നത്. നമ്മളൊരു ട്രിക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ എത്ര രണ്ടുകളുണ്ട്? 2 രണ്ടുകൾ. അപ്പം അതിനോടുകൂടെ 1 കൂട്ടുക. 2 1 3 ഗുണിക്കണം. എത്ര 3 ഉണ്ട്? 1 3. അപ്പോൾ 1നോടുകൂടെ 1 കൂട്ടുക 2. 3 എത്രയാണ്? 6 ഘടകങ്ങളാണ് 12നുള്ളത്. എന്നിട്ട് അടുത്ത പറഞ്ഞിരിക്കുന്നത് 108നെ അഭാജ്യ ഘടകങ്ങളാക്കി എല്ലാ ഘടകങ്ങളും പട്ടികപ്പെടുത്തുക. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം? 108 ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചോദ്യം 108 ആണ്. അതായത് റൈറ്റ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 108 ആൻഡ് ടാബുലേറ്റ് ഓൾ ദ ഫാക്ടേഴ്സ്. അപ്പം ഇതിനെ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇതേപോലെ അഭാജ്യ ഘടകങ്ങൾ കണ്ടെത്തണം. നമുക്കൊന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഇതൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. 108ന് നമുക്കറിയാം 2 കൊണ്ട് പറ്റും അല്ലേ? സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും. 10ൽ 2 5 പ്രാവശ്യം 24 8. ഇനിയും നമുക്കറിയാം ഇരട്ടസംഖ്യ ഈവൻ നമ്പറാണ്, 2 കൊണ്ട് പറ്റും. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക? 27 2 54. ഇനി നമുക്ക് 7 വന്നതുകൊണ്ട് ഒറ്റയാണ്. അപ്പം നമുക്ക് അടുത്തത് 3 കൊണ്ട് പറ്റും. 3 9 27. ഇനിയും 9നെ ചെയ്തൂടെ? 3 കൊണ്ട് തന്നെ. 3 × 3 9. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം 2 × 2 × 3 × 3 × 3. ഇപ്പം ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. ഇവിടെ എത്ര രണ്ടുകളുണ്ട്? 2 രണ്ടുകൾ. അപ്പോൾ 1 കൂട്ടുക 3 ഗുണിക്കണം. എത്ര 3കളുണ്ട്? 3 3കളുണ്ട്. അതിനോട് 1 കൂട്ടുക 4. അപ്പം 4 3 12 ഘടകങ്ങളാണ് 108നുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്കിത് പട്ടികപ്പെടുത്തുക? പട്ടികപ്പെടുത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ 1 എഴുതി, അടുത്തത് ഈ 2 ഇവിടെ എഴുതി, അടുത്തത് ഈ 2 ഗുണിച്ച് കഴിഞ്ഞാൽ 4. ആദ്യം 2ൻ്റെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ഇനി ഈ 3 എടുത്തു. 3 കൊണ്ട് ഒരു 3 നമ്മൾ എടുക്കുന്നത്. ഒരു 3 3, 2 3 6, 4 3 12. ഇനി അടുത്ത എന്ത് ചെയ്യണം? അടുത്ത ഈ 3 എടുക്കുക. അപ്പോൾ ആ 3 എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു 3 ഇവിടെ ഗുണിച്ച് എഴുതിയതുണ്ട്. ഇനി ഈ 3 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. 3 3 9, പിന്നെ 3 6 18, 12 3 36. ഇനി അടുത്തത് ഈ 3 എടുക്കുക. ഈ 3 എടുത്തിട്ട് എന്ത് ചെയ്യണം? 3 3 9 ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഈ 2 വരി വേണ്ട, പിന്നെ ഈ വരി മതി. 3 9 27, 18 3 54. ഇനി 36നെ 3 കൊണ്ട് ഗുണിച്ചാൽ 108. 3 6 18 1 3 3 9 1 10. ഇനി നോക്കൂ, ഇവിടെ ആകെ 3 ഘടകങ്ങൾ. ഇവിടെയും 3, ഇവിടെ 3, ഇവിടെ 3. നമ്മൾ ആദ്യം കണ്ടെത്തി എത്രയാ? 12. 12 തന്നെ കിട്ടി. ഇനി ഇത് കോളമൊക്കെ വരച്ച് എഴുതാട്ടോ, അത് നിങ്ങൾ എഴുതിയാൽ മതി. ഈ കോളത്തിൽ 2 ഇല്ല, ഈ കോളത്തിൽ ഒരു 2 ആണുള്ളത്. 1 2.
ഇവിടെ 2 2ആണുള്ളത്. ഇവിടെ 1 3ആണുള്ളത്. ഇവിടെ 2 3ഉണ്ട്. ഇവിടെയോ 3 3കൾ ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമുക്കൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. 1 × 108 ഇതൊരു ജോഡിയാണ്. 1 × 108 ഒരു ജോഡിയാണ്. ചിലപ്പോൾ പെയറായിട്ട് എഴുതാൻ പറഞ്ഞാൽ അതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. പിന്നെയോ അപ്പം നമുക്ക് എഴുതാം 2 × 54 2 × 54 അപ്പോൾ അത് 108. അപ്പോൾ ഇവിടെ ഒരു ജോഡി എന്ന് പറയുമ്പോൾ 1 108, അടുത്തത് 2 54. ബാക്കി നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? ഏതാണ്? 4 27, പിന്നെ 36 3 108, 12 9 108, 18 6 108. അപ്പം ജോഡികൾ അങ്ങനെയാണ് വരിക. ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഘടകങ്ങളാണ്. അത് നമ്മുടെ ഇവിടെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കോളമൊക്കെ വരച്ച് വൃത്തിയായിട്ട് എഴുതിയാൽ വളരെ സന്തോഷം. ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? ഇന്നെടുത്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ഓക്കെ, ബൈ, ലവ് യു ഓൾ.